വിശദമായ ക്രൈം റിപ്പോർട്ടുകളിലേക്ക് ബാർക്കോഴ കേസിൽ ധനമന്ത്രി കെ.എം. മാണിയെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു. കോവളം ഗസ്റ്റ് ഹൌസിൽ വെച്ച് വിജിലൻസ് എസ്.പി. സുകേശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാണിയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 1 മണിക്കൂറോളം നീണ്ടുനിന്നു. വിവരങ്ങളുമായി എസ് ജീവൻകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ജീവൻ, പറയൂ. സുരാജ്, കോവളം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നില്ല ചോദ്യം ചെയ്തത്, ലീല പാലസിൽ വെച്ചായിരുന്നു കെ.എം. മാണിയെ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. എസ്.പി. സുകേശന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ 40 മിനിറ്റോളം നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ചില ചോദ്യങ്ങളുമായിട്ടാണ് വിജിലൻസ് സംഘം കെ.എം. മാണിയെ കാണാനെത്തിയിരുന്നത്. വിജിലൻസ് സംഘം ആവർത്തിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കെ.എം. മാണിയോട് ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കെ.എം. മാണി പല കാരണങ്ങൾ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇനി എത്രയും വേഗം സമയം അനുവദിക്കണമെന്ന വിജിലൻസ് പലതവണ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്ന് കെ.എം. മാണി ധനമന്ത്രിമാരുടെ യോഗം തീർന്നതിനു ശേഷം ലീല പാലസിലെ തന്റെ മുറിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ അനുവദിച്ചത്. ഈ മൊഴി ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏറെ സുപ്രധാനമായ ഒരു കാര്യം, നേരത്തെ ബാർ അസോസിയേഷൻ നേതാവ് രാജ്കുമാർ ഉണ്ണിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കെ.എം. മാണി ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ബാർ അസോസിയേഷൻ നേതാവ് രാജ്കുമാർ ഉണ്ണിയെ കണ്ടതായി കെ.എം. മാണി സ്ഥിരീകരിച്ചു. 2014 ഏപ്രിൽ മാസം 2-ാം തീയതി രാവിലെ 6:30 രാജ്കുമാർ ഉണ്ണിയുടെയും ഒപ്പം ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെയും മൊബൈൽ ഫോൺ ടവറുകളുടെ ലൊക്കേഷൻ കെ.എം. മാണിയുടെ വീട്ടുപരിസരത്തായിരുന്നു എന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഒപ്പം ബിജു രമേശിന്റെ KL01 BB 7878 എന്ന കറുത്ത കാർ കെ.എം. മാണിയുടെ വീട്ടിലെത്തിയതായും ഗാർഡ് റൂമിൽ നടത്തിയ രജിസ്റ്റർ പരിശോധനയിൽ വിജിലൻസ് സംഘത്തിന് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. ഈ ശാസ്ത്രീയമായ ഈ തെളിവുകളുടെയും തൊണ്ടി മുതലായി പിടിച്ചെടുത്ത വാഹന രജിസ്റ്ററിന്റെയും ബലത്തിലാണ് വിജിലൻസ് സംഘം കെ.എം. മാണിയെ രണ്ടാമത് ചോദ്യം ചെയ്തത്. നേരത്തെ ഈ കാര്യത്തിൽ വിജിലൻസ് സംഘം കെ.എം. മാണിയിൽ നിന്നും പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിരുന്ന ഘട്ടത്തിലാണ് കെ.എം. മാണി നേരത്തെ ബാർ മുതലാളിമാരെ കണ്ടിട്ടില്ല എന്ന കാര്യം പറഞ്ഞ് ഈ കാര്യം നിഷേധിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ബാർ മുതലാളിമാരെ കണ്ടിരുന്നു എന്ന് കെ.എം. മാണി സ്ഥിരീകരിച്ചു. ഇത് ഈ കേസിൽ നിർണായകമായ ശരി, എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും. അധ്യാപകന്റെ കൈവെട്ട് കേസിലെ 10 പ്രതികൾക്ക് 8 വർഷം തടവ്. മുഖ്യപ്രതികളെ സഹായിച്ച 3 പേർക്ക് 2 വർഷത്തെ തടവും വിധിച്ചു. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലാണ് പ്രതികളെ കൊച്ചിയിലെ NIA കോടതി ശിക്ഷിച്ചത്. ഭീകരവാദം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതിനാൽ 13 പേരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരുന്നു. ഇതിൽ 10 പേർക്കെതിരെ UAPA നിയമം ചുമത്തിയത് കോടതി ശരിവച്ചിരുന്നു. ഇവർക്കാണ് 8 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചത്. വിവിധ വകുപ്പുകൾ പ്രകാരം പിഴയും വിധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേർക്ക് 2 വർഷത്തെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികൾ പിഴത്തുക സമാഹരിച്ച് 8 ലക്ഷം രൂപ അധ്യാപകന് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ശിക്ഷ അപര്യാപ്തമായതിനാൽ അപ്പീൽ പോകുമെന്ന് NIA പ്രോസിക്യൂട്ടർ അർജുൻ അമ്പലപ്പറ്റ പറഞ്ഞു. തീവ്രവാദമെന്ന് കണ്ടിട്ടുള്ള ഒരു കേസിൽ 8 വർഷത്തിൽ നിർത്താമെന്ന് പറഞ്ഞാൽ ഏതായാലും പരിശോധിച്ചിട്ട് അപ്പീൽ കൊടുക്കേണ്ടതാണ്. എൻ്റെ മേലുദ്യോഗസ്ഥരായിട്ട് സംസാരിച്ച ശേഷം തീരുമാനിക്കുന്നതാണ്. അപ്പീൽ പോകും, എന്തായാലും അപ്പീൽ പോകേണ്ടതാണ്. അതേസമയം ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ PC നൌഷാദ് പറഞ്ഞു. അത് തീർച്ചയായും അത് അംഗീകരിച്ചുകൊണ്ടാണ് പരമാവധി ശിക്ഷ, ഭീകരപ്രവർത്തനത്തിനുള്ള പരമാവധി ശിക്ഷ ജീവപര്യന്തം കൊടുത്തിട്ടില്ല. പ്രതിഭാഗത്തിന്റെ വാദം ഒരു വ്യക്തിക്കെതിരെയുള്ള അക്രമമാണ്, സമൂഹത്തിനെതിരെയുള്ള അക്രമമല്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കേസ് നൽകിയത്. അതെ, തീർച്ചയായും ജയിലിൽ കിടന്ന കാലയളവ് കഴിച്ചുള്ള ബാക്കി കാലയളവ് മാത്രമേ തടവ് അനുവദിക്കൂ. 2010 ജൂലൈ 4-നാണ് മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അധ്യാപകനെ ആക്രമിച്ചത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ NIA ആണ് അന്തിമഘട്ടത്തിൽ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 31 പേരുടെ വിചാരണ പൂർത്തിയാക്കിയ കോടതി 18 പേരെ വെറുതെ വിട്ടിരുന്നു. 1-ാം പ്രതി സവാദ്, മുഖ്യസൂത്രധാരൻ MK നാസർ എന്നിവരുൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. കൊച്ചിയിലെ NIA കോടതിയിൽ നിന്നും KG ദിനകരനൊപ്പം KM ഉമേഷ്. കോൺഗ്രസ് നേതാവ് മധു ഈച്ചരത്ത് വധക്കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, ഒരാൾക്ക് ജീവപര്യന്തം. തൃശൂർ അതിവേഗ കോടതി 2ആണ് ശിക്ഷ വിധിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് 2013 ജൂണിലാണ് ഭാര്യയ്ക്കൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയ അയ്യന്തോൾ മണ്ഡലം സെക്രട്ടറി മധുവിനെ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം സെക്രട്ടറി മധു ഈച്ചരത്ത് കൊല്ലപ്പെട്ട കേസിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 6 പേർക്ക് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും ഒരാൾക്ക് ജീവപര്യന്തവും വിധിച്ചത്.
യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് പ്രേംജി കൊള്ളന്നൂർ, മറ്റു പ്രതികളായ മാർട്ടിൻ, ഷിനോജ്, പ്രവീൺ, പ്രേംജിത്ത്, സുരേഷ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. 7ാം പ്രതിയായ സനൂപിനെ ജീവപര്യന്തം തടവിന് വിധിച്ചു. ഗൂഢാലോചന, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് തൃശൂർ അതിവേഗ കോടതി 2 ശിക്ഷ വിധിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് 2013 ജൂൺ 1 കൊല നടന്നത്. അയ്യന്തോൾ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മധുവിനെ ഓട്ടോയിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ജില്ലയിലെ ഒരു കോൺഗ്രസ് MLAയും കോൺഗ്രസ് മന്ത്രിയും തമ്മിലുള്ള പോരാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.